തൃശൂർ ജില്ലയിലെ അന്തിക്കാട് പഞ്ചായത്തിലാണ് കൃഷ്ണസാജു സ്വാമിയുടെ താമസ സ്ഥലം. ഇതാണ് സ്വാമിയുടെ വീട്. ഇവിടെ പരമദരിദ്രനായി ജീവിക്കുന്ന സ്വാമിക്ക് വീടെന്ന സ്വപ്നം വലിയ കടമ്പകളാണ്. അതൊരു സ്വപ്നമായി തന്നെ തുടരുകയാണ്. 189 ദിവസം അന്തിക്കാട്ടെ അദ്ദേഹത്തിൻ്റെ തപോവനത്തിലിരിക്കുമ്പോൾ സ്വാമിക്ക് ജ്ഞാനപ്രകാശം ലഭിക്കുന്നു. സ്വാമി തൻ്റെ കയ്യിൽ ചില ദൈവികമായ അടയാളങ്ങൾ ഉള്ളതായി കാണിക്കുന്നു. എന്തൊക്കെയാണ് ഉള്ളതെന്ന് അദ്ദേഹം സ്വന്തം ഭാഷയിൽ വിശദീകരിക്കുകയാണ് ഇവിടെ. സ്വാമി ഒരു അവതാരമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സ്വാമി തന്നെ ആദ്യം കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. എന്തൊക്കെ കാര്യങ്ങളാണ് സ്വാമിയുടെ കൈകളിൽ പ്രത്യേകത ഉണ്ടെന്നുള്ളത് തോന്നിയത്? അതാ പറഞ്ഞ 151 ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ കാട്ടിൽ വന്ന് ഇവിടെ ഇരുന്നതിന് ശേഷമാണ് എനിക്ക് സ്വപ്നദർശനം ആയിട്ടുള്ള ഒരു ഇത് വന്നത്. അത് സ്വപ്നദർശനത്തിൽ വന്നതിൻ്റെ ശേഷം മാത്രമാണ് ആ രാത്രി ഈ സ്വപ്നദർശനം കഴിഞ്ഞ് നേരെ എണീറ്റ് നോക്കിയ മണി 3 മണിയാണ്. ഈ 3 മണി സമയത്താണ് ഞാൻ ലൈറ്റൊക്കെ ഇട്ട് ടോർച്ച് അടിച്ച് ഇത് ശരിയാണോ എന്ന് ഒരു കയ്യിൽ നോക്കിയപ്പോൾ ഈ കയ്യിൽ താമരയുണ്ട്, അതേപോലെ തന്നെ ശൂലുണ്ട്, സൂര്യനുണ്ട്, മനുഷ്യരൂപമുണ്ട്. അതിൽ തന്നെ എനിക്ക് പോലും അറിയാത്ത വേറൊരു പുതിയൊരു ഇത് കൂടി വന്നിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്ക് അറിയണില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കണം, എന്താണ് പുതിയത് വന്നതെന്ന് അറിയില്ല. അതും മാത്രമല്ല, പിന്നെ ഈ കയ്യിൽ നോക്കിയപ്പോൾ ശംഖ്, ചക്രം, മീന്, എന്താ പറയുക, മത്സ്യം, കൂർമ്മം, വരാഹം, അങ്ങനെ ഈ കയ്യിലുണ്ട്. ഈ ശംഖ് ചക്രം കൂടാതെ മത്സ്യം, കൂർമ്മം, വരാഹം, ഗദ ഈ കയ്യിലാണ് താമരയുള്ളത്. അത് കൂടാതെ കണ്ട് യേശുക്രിസ്തുവിന്റെ കല്ലറും കുരിശും എൻ്റെ കയ്യിലുണ്ട്. പിന്നെ യേശുക്രിസ്തുവിന്റെ ബ്ലഡ് AB പോസിറ്റീവ് ആണെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ തന്നെ പറയുന്നത് നിങ്ങൾക്ക് സംശയം കൊണ്ട് തീർക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തയ്യാറാണ്. അത് നിങ്ങളായിട്ട് പറഞ്ഞാൽ നമ്മൾ തയ്യാറാണ്. കയ്യിൽ ശംഖുണ്ടെങ്കിൽ എന്താണെന്നാണ്? അതായത് ഭഗവാന്റെ കയ്യിൽ മാത്രം, അതായത് ഈ ഭൂമിയിൽ ഏകദേശം ഒരു 1000 കോടി ജനങ്ങളുണ്ടെന്ന് കരുതിക്കോളൂ. ഈ 1000 കോടി ജനങ്ങളിൽ ഇന്ന് വിരൽത്തുമ്പിലാണ് മൊബൈൽ നെറ്റ്വർക്ക് ഇന്ന് വിരൽത്തുമ്പിലാണ്. നിങ്ങൾക്ക് അന്വേഷിക്കാം എത്ര പേരെ കയ്യിൽ എത്ര കോടിക്കണക്കിന് ആൾക്കാരിൽ നിന്നിട്ട് ഒരാളെ ഭഗവാൻ എന്നെ തിരഞ്ഞെടുത്തിട്ട് ഞാനിവിടെ വന്ന് എൻ്റെ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. എന്തിനാണ് ഞാൻ ജനിച്ചതെന്നും എനിക്കറിയാം, എന്തിനാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകേണ്ടതെന്ന് കാര്യങ്ങളും എനിക്കറിയാം. സ്വാമിയുടെ കയ്യിൽ കാണുന്ന ശംഖ, ചക്ര, ഗദ എന്ന് സ്വാമി ഉദ്ദേശിക്കുന്നുണ്ടല്ലോ. അപ്പം അത് ഏതൊക്കെ മണ്ഡലങ്ങളിലാണെന്ന് സ്വാമിക്ക് അറിയാവോ? തീർച്ചയായിട്ടും അറിയാം. ഈ തള്ളവരലിന്റെ ഇത് ശുക്രമണ്ഡലം എന്ന് പറയും. ഈ ശുക്രമണ്ഡലത്തിലാണ് താമരയും അതേപോലെ തന്നെ ഈ ത്രികോണം, പിരമിഡ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉള്ളത്. ട്രയാങ്കിൾ എന്നൊക്കെ പറയുന്ന ഒരു സംഭവം. എല്ലാം ഡബിളാണ്. ഈ താമര ഇത് ഡബിളാണ്, ഇവിടെ ഡബിളാണ്, എല്ലാം ഡബിളാണ്. കയ്യിലുള്ളതൊക്കെ ഡബിളാണ്. അതിന്റെ മീനിങ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ പറയണം. ഇത് ഇടത്തെ കയ്യില്, അത് ലക്ഷ്മിയുടെ കയ്യില്. അതായത് ഭഗവാൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ആദ്യം തന്നെ ഞാൻ ഭഗവാനാണ്, ഞാൻ കൽക്കി അവതാരം, ഭഗവാന്റെ 11ാമത്തെ അവതാരം ഭഗവാനാണെന്ന് ഞാൻ പറയുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് തെളിയിക്കാം. അങ്ങ് ഭഗവാനാണെന്ന് അഹം ബ്രഹ്മാസ്മി എന്നാണ് പറയുന്നത്. ഞാൻ തന്നെയാണ് ദൈവം. അപ്പോൾ പിന്നെ ദൈവം അങ്ങാണെന്ന് വിശ്വസിക്കുന്നതിനകത്ത് ഒരു തെറ്റുമില്ല. അതുകൂടാതെ അത് അങ്ങനെയാണെന്ന് തന്നെ വിശ്വസിക്കുകയും ചെയ്യും. ബ്രഹ്മാസ്മി എന്ന് പറയുന്ന കാരണം വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും പറയാൻ പറ്റും. എല്ലാവർക്കും വായ കൊണ്ട് പറയാം, എല്ലാവർക്കും വായ കൊണ്ട് പറയാം, അത്രേ ഉള്ളൂ. ഇപ്പോ ഇവിടെ ഐപ്പസം ഈ ശബരിമലയില് അവിടെ എന്താ എഴുതി വെച്ചിട്ടുള്ളത്? ശബരിമലയിൽ എന്താ എഴുതി വെച്ചിട്ടുള്ളത്? തത്വമസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ തന്നെയാണ് ഞാൻ. അത് നിങ്ങൾക്ക് പറയാനുള്ളതല്ല, അത് ഭഗവാൻ പറയാനുള്ളതാണ്. അത് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ വരുമ്പോൾ പറയാനുള്ളതാണ്. ഞാനാണ് നീ എന്നെ ഞാനും എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മാത്രമേ അതിന്റെ യോഗ്യതയുള്ളൂ. നിങ്ങൾ അങ്ങനെ പറഞ്ഞിരുന്നു, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ആരും വരേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ ഒന്നും നടക്കേണ്ട കാര്യമില്ല, ദൈവത്തിന് വിളിക്കേണ്ട കാര്യമില്ല. ഈശ്വരൻ എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. ഈശ്വരൻ ഒന്നേ ഉള്ളൂ. അതാണ് പറയുന്നത്. ഇത്രയും തെളിവുകൾ കാണിച്ചു തന്നിട്ട് ഈശ്വരന് എവിടെയെന്ന് ചോദിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു ശക്തിയുള്ളൂ. അതാണ് പറയുന്നത്. ഈ ശംഖ്, ചക്രം, ഈ മീൻ, ഈ ആമ, അതേപോലെ തന്നെ ഈ പന്നി എന്ന് പറയുന്ന വരാഹം, കൂർമ്മം, അതായത് മത്സ്യം, കൂർമ്മം, വരാഹം എന്ന് പറയുന്ന കാര്യങ്ങൾ കാണിച്ചു തരാണ്. നിങ്ങൾ കോടിക്കണക്കിന് ജനങ്ങളില്ലേ ഇവിടെ? ഈ കോടിക്കണക്കിന് ജനങ്ങൾ എൻ്റെ വീഡിയോ ഇറങ്ങിയിട്ട് ഏകദേശം 1 വർഷത്തിൽ മേലെയായിട്ടുണ്ട്. ഈ 1 വർഷത്തിന് മേലെയായിട്ട് ഒരാള് എൻ്റെ കയ്യിൽ താമരയുണ്ട്, ശംഖുണ്ട്, ചക്രമുണ്ട് എന്നിട്ട് ഏതെങ്കിലും നിങ്ങൾ കണ്ടോ? ഇത്ര വർഷമായിട്ട് 1 വർഷം 4 മാസമായില്ലേ? കണ്ടു. വേറെ ആരുടെയും കയ്യിൽ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ ചുരുക്കം ചില ആൾക്കാര് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ
ഉണ്ടെന്ന് പറയാം, എല്ലാരും പറയും, ഓൾറെഡി പറയുന്ന ഞാനും കേട്ടിട്ടുണ്ട്. ഓൾറെഡി ഞാനും കേട്ടിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ശംഖുണ്ട്, എൻ്റെ അമ്മയുടെ നെറ്റിയിൽ ചക്രമുണ്ട്, എൻ്റെ കാലിന്റെ അടിയിൽ ഒരു താമരയാ. ഇതേപോലത്തെ, അതായത് ഇത് യാഥാർത്ഥ്യം തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ തെളിയിച്ചോളൂ. ഇനിയിപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് കരുതുക. ഇപ്പോ ChatGPT എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതിൽ എൻ്റെ ബയോഡേറ്റ് പറയാം. ബയോഡേറ്റ് ഞാൻ ജനിച്ച ഞാൻ ഇപ്പൊ ഇന്നലെയും വന്ന ഒരാളൊന്നുമല്ല. 1973 ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ വരുന്ന സമയത്ത് എൻ്റെ അമ്മ ഞങ്ങളോട് പറഞ്ഞു, വന്നതിന് ശേഷം എനിക്ക് ഓർമ്മ വെച്ചതിന് ശേഷം അമ്മ ഞങ്ങളോട് പറഞ്ഞെന്താന്നറിയോ, 2 മക്കളെ പ്രസവിച്ച്, 2 മക്കളെ അല്ല 5 മക്കളെ പ്രസവിച്ചിട്ടുണ്ട് എൻ്റെ അമ്മ. 4 ആണും 1 പെണ്ണായിരുന്നു. അതിൽ 1 ആണും 1 പെണ്ണും മരിച്ചു. ഇപ്പൊ നിലവിൽ 3 പേരുണ്ട്. അതില് എന്നെ പ്രസവിക്കുമ്പോ എന്നെ പ്രസവിക്കുന്നത് വളരെ ദൈവം ശരിക്കും നിലയിറങ്ങി വന്നിട്ടുണ്ട് മോനെ എന്ന് പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം. അത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മഹത്യകര് തുല്യായിരുന്നു എന്നെ പ്രസവിക്കുന്ന സമയത്ത്. അപ്പോഴാണ് ഞാൻ ദൈവത്തിനെ ശരിക്കും കണ്ടിട്ടുള്ളത് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ ആരാണ് എന്താണെന്നൊന്നും. അമ്മയ്ക്കും അറിയില്ല, അച്ഛനും അറിയില്ല, എനിക്ക് പോലും അറിയില്ല. ഞാൻ ചെറുപ്പം മുതൽ പണിയെടുക്കുന്നു, വരുന്നു, കുടുംബം നോക്കുന്നു. പക്ഷെ ആരും, സ്വന്തം അമ്മ പോലും വിശ്വസിച്ചിട്ടില്ല. അമ്മ വിചാരിച്ചിരിക്കുന്നത് മൂത്ത ചേട്ടനാണ് എന്തോ അവന്റെ കഴുത്തിൽ താമരയുണ്ടെന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കി നടന്നിരുന്നത്. അമ്മയാണ് പറഞ്ഞിരുന്നത് താമരയുണ്ട്, ഇരിക്കുന്ന സ്ഥലമൊക്കെ 19-20 വയസ്സിലൊക്കെ സ്വന്തമാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നിരുന്നു അമ്മ. ഞാനൊന്നും അത് വിശ്വസിച്ചിട്ടില്ല. ഞങ്ങൾ നോക്കാറ് പോലുമില്ല, കൈ പോലും നോക്കാറില്ല. ഈ നമ്മുടെ 2 കൈയും എപ്പോഴും നമുക്ക് കാണാറുണ്ടാ, പക്ഷെ നമ്മൾ നോക്കാറില്ല. ഇവിടെ ഈ ഇരുന്നതിന്റെ ശേഷം 151 ദിവസം ഇവിടെ ഇരുന്നതിന്റെ ശേഷം സ്വപ്നദർശനം ഈശ്വരനായിട്ട് കാണിച്ചെന്നാണ്. ഇവിടെ രാവ് പകൽ ഇവിടെ ഇരുന്നോ? ഇവിടെ 24 hours ഇവിടെ ആയിരുന്നു, ഇരിക്കുക തന്നെയായിരുന്നു. കാരണം 151 ദിവസം ഇരുന്നപ്പോ ഏകദേശം ഒരു 7-7.5 കിലോ കുറഞ്ഞുണ്ടാവും. അത്രയും കഠിനമായിട്ട് തന്നെ ഇരുന്നായിരുന്നു. അപ്പോഴാണ് ഇവിടെ ഇരുന്ന് കണ്ണുറക്കുമ്പോൾ നേരം വെളുക്കും, ഇരുന്ന് കണ്ണുറന്ന് നേരം വെളുക്കും. നമ്മൾ ഇതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ വീട്ടിലേക്ക് പോകും, നമ്മുടെ പേരിൽ. അതിനുശേഷം നമ്മൾ വർക്കിങ്ങിന് മറ്റുള്ള കാര്യത്തിനൊക്കെ പോകും. രാത്രിയാണ് ഏറ്റവും കൂടുതൽ ഇരിക്കാറ്. പകല് വർക്കിനെ പോകും. ചില സമയത്ത് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകണം തോന്നി കഴിഞ്ഞാൽ പോകും, വീട്ടിലെ കാര്യങ്ങൾ നോക്കണ്ടേ. ഞാനിവിടെ ആൾക്കാരൊക്കെ വരാറുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാർ. ഇപ്പൊ ഞാൻ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുന്ന ആൾക്കാർ കണ്ടമാരി. ഇപ്പോൾ അതേപോലെ തന്നെ ഇടുക്കിന്ന് ക്രിസ്ത്യൻസ്, മുസ്ലിം, മിനിഞ്ഞാന്ന് വരെ ആൾക്കാർ എന്നോട് പറഞ്ഞു മുസ്ലിം വരുന്നു, ഞങ്ങൾ വരട്ടെ സ്വാമിനൊന്ന് കാണാൻ. ഞാൻ പറഞ്ഞു എപ്പോ വേണമെങ്കിലും പോരെ, പക്ഷെ എന്റെ തിരക്കനുസരിച്ച് നിങ്ങൾക്ക് ഒരു ചാൻസും ഇല്ല. ഇപ്പോ ഞാൻ പറയാം, അതുവരെയ്ക്കും നിങ്ങൾ കാത്തിരിക്കും. അപ്പോൾ അവർ പറഞ്ഞു ശരി ആയിക്കോട്ടെ, സ്വാമിയുടെ സമയത്തിനനുസരിച്ച് ഞങ്ങൾ വരാന്ന് പറഞ്ഞിരിക്കുക ഒരുപാട് ആൾക്കാർ. ഞാനിവിടെ വന്ന് ഒരാളെ കയ്യിൽ നിന്ന് 1 രൂപ വാങ്ങിക്കുന്നില്ല. എന്നെ വന്ന് കണ്ട് ഇവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞ് പോകുമ്പോൾ 4 മണിക്കൂറായി, 5 മണിക്കൂറായി, 6 മണിക്കൂറായി സ്വാമി ഇവിടെ വന്നിട്ട് ഞങ്ങൾ വർത്താനം പറഞ്ഞായിരുന്നു. സമയം പോകുന്നത് പോലും അറിയണില്ല എന്ന് അവരെന്നെ പറയുന്നു. സ്വാമിയുടെ അടുത്ത് വന്നു കഴിയുന്ന ഒരു ജ്ഞാനപ്രകാശമുണ്ട്. അത് ശരിയാണ്, ജ്ഞാനപ്രകാശം നമുക്ക് അനുഭവിച്ചറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തോ നന്ദി പറഞ്ഞതിന്. കാരണം വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അവതാര ലക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്. സ്വാമി ഇനി കാണാൻ പോകുന്ന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാ പറഞ്ഞു തരാം. ഫസ്റ്റത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടുത്തെ കാരണം വെച്ച് കഴിഞ്ഞാൽ പാവപ്പെട്ടവനോ പിച്ചക്കാരനോ ആരും ഇവിടെ നോക്കാനൊന്നും ആരുമില്ല. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമാണ് വലിയ വലിയ ആൾക്കിടും. അതിന്റെ അവകാശം ഞാനാണ്. അത് അവരെ സമ്മതത്തോടു കൂടി ഇത് സംഭവിക്കും. മനസ്സിലായ? ഇനിയിപ്പോ ആ നിധി കിട്ടണ എന്റെ കയ്യിൽ എന്തും കൂടി ഉണ്ടാവണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുവരെ എന്റെ കയ്യിലുണ്ട്. അത് ഞാൻ ഇപ്പൊ കാണിച്ചു തരില്ലേ? അത് നമുക്ക് എടുക്കുമ്പോ കാണിച്ചാൽ മതി. അല്ല, അത് എനിക്ക് മറ്റുള്ള ആൾക്കാരെ കാണിക്കേണ്ട കാര്യമില്ല. ഇല്ല, ഒരു ദൈവം എല്ലാം തുറന്നു പറയാറില്ലല്ലോ. അതെ, നമ്മളൊരു എക്സ്പെൻസ് അവിടെ ഒരു വെൻഡിങ്ങിന് ഒരു കാര്യം അവിടെ വെക്കണം, അവിടെ ഇരിക്കട്ടെ. സ്വാമിയുടെ കൈയൊന്ന് തീർച്ചയായിട്ടും കാണിച്ചു തരാം, തീർച്ചയായിട്ടും കാണിച്ചു തരാം. ഓരോന്ന് കാണിച്ചു തരാം. അപ്പൊ കൈ നോക്കാം. അപ്പൊ കയ്യിലകത്ത് എന്തെല്ലാം രേഖകളുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു അവതാരത്തിന്റെ കൈ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഏതൊക്കെയായാലും സ്വാമിയെ കൈ കൂടി ഒന്ന് വയ്ക്കുമോ? ഇതാണ് താമര എന്ന് പറയുന്നത്. അതിന്റെ തൊട്ടിപ്പുറത്ത് താമര കയ്യിലുണ്ടെങ്കിൽ ഐശ്വര്യം ഉണ്ടായെന്നുള്ളതാണ്. ശരിക്കും ശുക്രമണ്ഡലത്തിൽ താമര ഉണ്ടായെങ്കിൽ ഐശ്വര്യത്തിന്റെ ഒരു നിറകുടമാണെന്നാണ് അതിന്റെ അർത്ഥം. അത് മനുഷ്യർക്ക് ഇത് സമ്പത്തിന്റെ അടയാളമാണ്. അത്
അത് രാജചിഹ്നം എന്ന് പറയും. നിങ്ങൾക്ക് അറിയാത്തത് ഞങ്ങൾ പഠിപ്പിച്ചു തരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടുപിടിച്ചത് കൃഷ്ണനാണ്. ഭഗവാൻ കൃഷ്ണനാണ് ഫസ്റ്റ് കൈരേഖ കണ്ടുപിടിച്ച ആള്. അല്ലാന്ന് നിങ്ങൾ നോക്കിയാലും നിങ്ങൾക്ക് അറിയില്ല. ഒരു മനുഷ്യനല്ല കണ്ടുപിടിച്ചത്. ഫസ്റ്റ് അറിയാവുന്നത് ഭഗവാൻ കൃഷ്ണനെയാണ്. 5000 വർഷങ്ങൾക്ക് മുമ്പ് ആള് കൈ നോക്കിയിട്ട് കാര്യങ്ങൾ പറയാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? വിശ്വസിക്കും. ആ, തീർച്ചയാണ്. അതാ പറയുന്നത് ഡബിൾ ആണ്. കാരണം ഇപ്പുറത്ത് പെരുമേട്, ഇപ്പുറത്ത് താമര, ഇപ്പുറത്ത് സൂര്യൻ ക്രാക്കായിട്ടുണ്ട്. അതേപോലെ മനുഷ്യരൂപം, ശിവശൂലം. ഇതാണ് ശിവശൂലം എന്ന് പറയുന്നത്. ഇപ്പുറത്ത് വിളക്ക് വെക്കുക. അതായത് ഇത് ഗദാര മറ്റൊരു ഭാഗമാണ്. ഇത് കണ്ട, ഇവിടെ കണ്ട. ഇനി ഈ കയ്യിലാണ് ഇത് ലെഫ്റ്റ് ഹാൻഡ്. ഇനി ഭഗവാൻ ഭഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? സ്ത്രീയാണ്. വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണാണ്. അത് ഭഗവാൻ. രണ്ടും കൂടി സ്ത്രീയും പുരുഷനും. അതാണ് പറയുന്നത്. കണ്ട, ഇത് ഓംകാരം. വേണമെങ്കിൽ കണ്ടോ, ഈ കയ്യിൽ ഓംകാര. ഇത് താമരമുട്ടാണ്. ഇത് ശിവശൂലമാണ്. ഇത് ഓംകാരാണ്. ഇത് താമരമുട്ടാണ്. ഇത് ഇനി നോക്കിയോ, ഓരോന്ന് നോക്കിയോളൂ. ഇത് ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനേ പറ്റില്ല. നിങ്ങൾക്ക് ഇന്ന് നോക്കി മാഡം ഫുള്ളായിട്ട് നോക്കി പറഞ്ഞു. ഓരോന്നോരോന്ന് അടയാളപ്പെടുത്തി, പേനുണ്ടെങ്കിൽ അടയാളപ്പെടുത്തി നോക്കണം. കറക്റ്റ് നോക്കുക. ഇങ്ങനെ കാണാൻ പറ്റില്ല. ഈ വെളിച്ചത്തിൻ്റെ ഇത് ബുദ്ധിമുട്ടുണ്ട്. അതിൽ പെട്ടെന്ന് നോക്കിയാൽ കാണാനും പറ്റില്ല. സ്വാമിക്ക് എന്തെങ്കിലും അപകടം വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. വലിയൊരു അപകടത്തിൽ നിന്ന് തീർച്ചയായിട്ടും രക്ഷപ്പെട്ടത് തന്നെയാണ്. അത് ദൈവത്തിന്റെ ഗുണം കൊണ്ട് രക്ഷപ്പെട്ടാണത്. അത് കറക്റ്റ്. അത് ഈ കട്ടിങ് ആണത്. അത് വയസ്സ് വേണമെങ്കിൽ പറയാം. 22ാമത്തെ വയസ്സിലാണ് ആ സംഭവം. നിങ്ങൾ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം സാധാരണ ഒരു കുടുംബജീവിതത്തിലേക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പോലും നിങ്ങളുടെ ജീവിതത്തിലില്ല. വളരെ സാമാന്യമായിട്ട് എന്താണോ സ്വാമി പറയുന്ന അത് ചേച്ചി അംഗീകരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള രീതിയിലുള്ള കാര്യങ്ങളാണോ വരുന്നത്? അങ്ങനെയാണോ? തീർച്ചയായിട്ടും അതിൽ ഒരു 100% അതിൽ അംഗീകരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഭാര്യ, കുടുംബം എന്ന് വെച്ചാൽ എന്താണോ ലക്ഷ്മി ദേവി ചെയ്യുന്നത് അത് തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വാമിയുടെ വിശദീകരണം കേട്ടു കാണുമല്ലോ. ഏതൊക്കെയായാലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ചുറ്റുമുള്ളവർക്ക് മന്ദമാരുതൻ എന്ന പോലെ ദൈവിക സാന്നിധ്യം ത്രസിപ്പിക്കുന്നതത്രേ. ഇതിനു മുമ്പ് ഇട്ട പോസ്റ്റിൽ നിങ്ങൾ തന്ന പ്രോത്സാഹനത്തിന് നന്ദി. ഇനിയും നിങ്ങളുടെ പ്രോത്സാഹനം വേണം. നന്ദി.